മർക്കോസിൻ്റെ 7-ാം അധ്യായത്തിൽ 24 മുതൽ 30 വരെ വായിക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് 24 ആദ്യം ഒന്ന് വായിക്കാം. ഇതിൻ്റെ അകത്ത് ചില ഈ ക്രിസ്തു വിരോധികൾ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വിരോധികൾ പറയുന്നുണ്ട്, നിങ്ങളുടെ ബൈബിളിൽ പല കാര്യമാണല്ലോ പലയിടത്ത് എഴുതി വച്ചേക്കുന്നതെന്നൊക്കെയാണ് ഇവർ വ്യാഖ്യാനിക്കുകയും ഇവരതിനെ എന്താ പറയുന്നത്, അതിനെ തെറ്റായി ധാരണയിലൊക്കെ എടുക്കുകയും അങ്ങനെ വെച്ച് പാവം പിടിച്ച ഈ ചെറുതായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന അവരെയൊക്കെ ചെയ്യുന്ന അനേകരെ ഞങ്ങൾ കഴിഞ്ഞിടയ്ക്ക് കാണാറായി. അപ്പോൾ അവർ പറഞ്ഞു, മത്തായി ഒന്ന് എഴുതിയിരിക്കുന്നു, മാർക്കോസ് വേറൊന്ന് എഴുതിയിരിക്കുന്നു. ഈ അധ്യായത്തിൽ മാർക്കോസ് പറയുന്നുണ്ട് വേറൊരാളാണെന്ന്, ഈ അധ്യായത്തിൽ മാത്യു പറയുന്നുണ്ട് വേറൊരാളാണ്, നിങ്ങൾ ഏതെങ്കിലും ഉറപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് പാവം പിടിച്ച സുവിശേഷരൊക്കെ കളിയാക്കുന്നവരുണ്ട്. അത് അവർ പക്ഷേ അവർക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ടായതുകൊണ്ട് അവരെന്ത് തല കുനിച്ച് തിരിച്ചു പോകുന്നതായിട്ടൊക്കെ ഉണ്ട്. ചിലവർക്കാണെങ്കിൽ അറിയാമെങ്കിൽ പോലും അവർ മിണ്ടാതെ തല കുനിച്ച് തിരിച്ചു പോവുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർക്കോട് ഞങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ തരാനായിട്ട് ആദ്യമേ ആഗ്രഹിക്കുന്നത് എന്താണ്, മത്തായി ഉദ്ദേശിച്ചതും മർക്കോസ് ഉദ്ദേശിച്ചതും ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ തന്നെ ഇന്ന് പറയണം. അത് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് തെളിഞ്ഞിട്ടെങ്കിൽ മാത്രമേ നിങ്ങളത് പറയാവൂ. മർക്കോസ് ഒന്ന് വായിക്കാമോ? മർക്കോസ് ഒന്ന്. അപ്പം മത്തായി പറയുന്നു ഒരു കാനാനൈറ്റ് വുമണാണ്, അതല്ലേ, ഒരു കാനാനി സ്ത്രീ എന്നാണ് അവിടെ പറയുന്നത്. ഇനി മാർക്കോസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെ കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. അപ്പൊ ഒരു സ്ഥലത്തും അപ്പൊ ഇവിടെ മർക്കോസ് പറയുന്നത് എന്താണ്, സീറോ ഫിനിഷ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണെന്ന് മർക്കോസ് പറയുന്നു. പക്ഷേ എന്തുവാടെ മത്തായി പറയുന്നത് കനാന്യ സ്ത്രീയാണെന്ന് പറയുന്നതിന് കാരണം എന്താ? അപ്പം നിങ്ങൾ തന്നെ രണ്ട് കാര്യം പറയുന്നു. ഒരു വാക്യത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, നിങ്ങൾ രണ്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് എന്തുണ്ടാക്കിയാണ്, അനേകർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ്. സ്തോത്ര, ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതിനകത്തൊന്നും സത്യമൊന്നുമില്ല, ഈ പറയുന്നതെല്ലാം മിഥ്യമാണ്, ചുമ്മാതെ ഒരാൾ ഒരു കാര്യം പറയുന്നു, അവന് തോന്നിയത് വേറൊരു കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അപ്പോസ്തലന്മാരെ കളിയാക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി വരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒന്നെന്താണ്, മത്തായി ആരെ പറ്റി പറയുന്നു, അതൊരു കാനാനിയ സ്ത്രീ എന്ന് പറയുന്നു. മർക്കോസ് എന്ത് പറയുന്നു, അത് സീറോ ഫിനിഷ്യൻ ഒരു സ്ത്രീയാണെന്ന് പറയുന്നു. ഇനി ഞാൻ നിങ്ങളുടെ ചരിത്രത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഒന്നാമത് എന്താണ് നമുക്ക് മർക്കോസ് എഴുതിയ കാര്യം നമുക്ക് നോക്കാം. എന്താണ് ഈ സീറോ ഫിനിഷ്യൻകാരി എന്ന് പറയാൻ കാരണം എന്താണ്? ആർക്കെങ്കിലും പറയാമോ? എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സിറിയ എന്ന് കേട്ടിട്ടുണ്ടോ? സിറിയയുടെ ആദ്യത്തെ ഭാഗമാണ് സിറിയോ. ഓക്കെ, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഇതിപ്പോഴാണ് ലെബനോനായത്, ഇപ്പോഴാണ് ഏതാണ് പല രാജ്യങ്ങളൊക്കെ രാജ്യത്തിൻ്റെ പേരായിട്ട് മാറി. പണ്ടങ്ങനെയൊന്നുമില്ല, പണ്ട് ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ, ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഫിനിഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. എന്ത് സ്ഥലം? ഫിനിഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ ഫിനിഷ്യ? അപ്പോൾ സീറോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എന്താണ്, അതൊരു സിറിയനാണ്, സിറിയ സ്ഥലമാണ്, അതിനെയാണ് സിറിയോ എന്ന് പറയുന്നത്. സിറിയയിൽ നിന്ന് ഫിനിഷ്യ രാജ്യത്തിലേക്ക് വന്നവരെ അവരെന്ത് പറയുന്നറിയാമോ? സിറിയോ എന്ന് പറയും. എന്ത് പറയും? സിറിയ നമുക്കറിയാം, സിറിയയുടെ ദേശത്ത് താമസിച്ചിട്ട്. അപ്പോൾ അന്നൊക്കെ എല്ലാം അന്നൊക്കെ ഈ ബോർഡർ ഫോഴ്സ് ഒന്നുമില്ല, ആർക്ക് വേണേൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. ഒരു മല കടന്നാൽ സിറിയ, ഒരു മല കടന്നാൽ ഫിനിഷ്യ, ഒരു മല കടന്നാൽ ഇസ്രായേൽ, ഇങ്ങനെ കിടക്കുകയാണ്. ഒരു മല കടന്നാൽ ഈജിപ്റ്റ്, ഇങ്ങനെ കിടക്കുക. അപ്പോൾ സിറിയയെ താമസിക്കുന്ന ഒരുത്തിന് എവിടെ വന്ന് ചാടി? ഫിലിഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ചാടി. ഇനി ഫിലിഷ്യ അതെന്താണ്? അതൊരു രാജ്യമല്ല, പക്ഷേ അതിനെന്താണ്, അതൊരു പർട്ടിക്കുലർ നമുക്കെന്താ പറയുന്നത്, രാജ്യമായിട്ട് അതിനെ കണക്കാക്കിയിട്ടില്ല. അതിനെന്താക്കി, ഒരു ഏറിയ ആയിട്ട് അന്നത്തെ കാലത്ത് കണക്കാക്കിയിരുന്നു. രാജ്യമായിട്ട് അതിനെ ഫിനിഷ്യ എന്ന രാജ്യമായിട്ട് അതിനെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ആ രാജ്യത്തിൻ്റെ അകത്ത് രണ്ട് സിറ്റി വലിയ ഫേമസാണ്. ഏതൊക്കെയാണെന്നറിയാമോ? കേട്ടിട്ടുണ്ടോ? ടയറും സിദോം ഭയങ്കര ഫേമസ് സിറ്റിയാണ്. ഈ സിറ്റി അറിയപ്പെട്ടു, പക്ഷേ സിറ്റി യഥാർത്ഥത്തിൽ എവിടെ ഉള്ളതാണ്? ഫിനിഷ്യ എന്ന് പറയുന്ന ദേശത്തുള്ളതാണ്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ ഫിനിഷ്യയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇറ്റ് വാസ് എൻ ഏഷ്യൻ സെമറ്റിക്, എന്താണ്, ഒരു ഏഷ്യൻ സെമറ്റിക് രാജ്യമായിരുന്നു. പക്ഷേ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തിൻ്റെ ആൾക്കാരുടെ സിവിലൈസേഷൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? തലാസ്കർട്ടിക് സിവിലൈസേഷൻ കേട്ടിട്ടുണ്ടോ? തലാസ്കർട്ടിക് സിവിലൈസേഷൻ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹിസ്റ്ററി പഠിക്കുന്ന പിള്ളേർക്കാം. തലാസ്കർട്ടിക് സിവിലൈസേഷൻ, ഇങ്ങനെയുള്ള സിവിലൈസേഷനുള്ള രാജ്യമായിരുന്നു ഏത്? ഫിനിഷ്യ. ഹല്ലേലൂയ, യേശുവേ ആരാധന.
അപ്പോൾ ഈ അത് എവിടെ സ്ഥിരീകരിക്കുന്ന സ്ഥലമാണ്? ഈ കോസ്റ്റൽ സ്ട്രിപ്പിലല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കടലിൻ്റെ തീരങ്ങളിലുള്ള സ്ഥലത്ത് താമസിക്കുന്നവരാണ് തെലാസ്റ്റിക്സ് ക്രിട്ടിയ എന്നൊക്കെ പറയുന്നത്. അവരുടെ അതിൻ്റെ രണ്ട് തലത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ സ്ഥലത്ത് സിവിലൈസേഷൻ ചെയ്യുന്ന ആൾക്കാർ, ഒന്ന് ഇവരുടെ രാജ്യം എവിടെ ആയിരിക്കും എന്നറിയാമോ? എവിടെ ആയിരിക്കും? ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തും, അല്ലെങ്കിൽ കടലിൻ്റെ അകത്ത്. നമുക്കറിയാമല്ലോ, നമുക്ക് കടലിനകത്തൊക്കെ ദ്വീപുകളിൽ, ഈ ദ്വീപിൻ്റെ അകത്ത് ഇതിൽ റോഡ് വെട്ടി അങ്ങോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെയാണ് തലാസ്ക്രിറ്റിക് സിവിലൈസേഷൻ പീപ്പിൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോൾ ഫിനിഷ്യ എന്ന് പറയുന്ന ഈ ദേശം എവിടെ നിൽക്കുന്നതാണ്? മെഡിറ്ററേനിയൻ സീയുടെ. നിങ്ങൾ മാപ്പെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ എൻ്റെ സാധനമല്ല, ഇപ്പോൾ നിങ്ങൾ കാണിക്കാമായിരുന്നു, എൻ്റെ ഫോണ് കിടപ്പുണ്ട്. ഈ ഈ ടേറും സീതോമും നിൽക്കുന്ന രാജ്യം ഏതാണ്? ഫിനിഷ്യ. ഈ ഫിനിഷ്യ ഏതിൻ്റെ കടലിൻ്റെ തീരത്താണ് നിൽക്കുന്നത് അറിയാമോ? മെഡിറ്ററേനിയൻ സീയുടെ അടുക്കലാണ് ഇത് നിൽക്കുന്നത്. മെഡിറ്ററേനിയൻ സീയുടെ അപ്പുറം ഈ രാജ്യം ഇവിടെ. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ അകത്ത് ആരുണ്ടായിരുന്നു? സിറിയയിൽ നിന്ന് വന്ന ആൾക്കാർ, ഇസ്രായേലിൽ നിന്ന് വന്ന ആൾക്കാർ, ഈജിപ്തിൽ പല ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കും. അങ്ങനെ താമസിച്ചൊരു സ്ത്രീയാണ് ആര്? സിറിയോ ഫിലിഷ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, മാർക്കോസ് പറഞ്ഞതാണ് ശരിയും തെറ്റിദ്ധരിക്കരുത്. അങ്ങോട്ട് മുന്നോട്ട് വരട്ടെ. അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ സ്ഥലത്ത് പല റിലിജിയൻ ഉണ്ടായിരുന്നു, പല മതങ്ങളുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മതത്തെപ്പറ്റി കനാനൈറ്റ് റിലിജിയൻ എന്ന് പറഞ്ഞ റിലിജിയൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കനാനൈറ്റ് റിലിജിയൻ കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ സ്ത്രീ ഏത് റിലിജിയനിൽപ്പെട്ടവളായിരുന്നു? കനാനൈറ്റ് റിലിജിയനിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. ആര്? ഇപ്പോൾ പറഞ്ഞ ഈ സഹോദരി. ഈ സഹോദരി പേരൊക്കെ ചരിത്രം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ മുന്നോട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ സ്ത്രീ, അപ്പം മാർക്കോസ് പറഞ്ഞ സ്ത്രീ ഏതാണ്? കനാനൈറ്റ് സ്ത്രീ. മാർക്കോസ് പറയുന്ന സ്ത്രീ ഏതാണ്? സീറോ. ഇനി നിങ്ങളൊന്ന് പറയാം, ഇത് രണ്ടാണോ ഒന്നാണോ? ചരിത്രം അറിയാത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിങ്ങൾ അതും കേട്ടിട്ട് ബൈബിളിനെ ദുർവ്യാഖ്യാനിക്കുക, ബൈബിൾ സത്യമല്ലെന്നൊന്നും പറയരുത്. ഈ ചരിത്രം അറിയാത്ത ആൾക്കാരൊക്കെയാണ് എന്ത് ചെയ്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ മർക്കോസ് പറയുന്ന ഒരു സ്ത്രീയും മാത്യു പറയുന്ന സ്ത്രീയും രണ്ടല്ല, ഒന്നാണ്. സ്തോത്ര, ഹല്ലേലൂയ. അവിടുത്തെ കോമൺ ആയിട്ടുള്ള, അവിടുത്തെ അന്നത്തെ കോമൺ ലാംഗ്വേജ് ആയിരുന്നു ഫിനിഷിക്കൻ അല്ലെങ്കിൽ ഫിനിക് എന്ന് പറയുന്ന ലാംഗ്വേജ്. ഏതൊക്കെയായിരുന്നു? രണ്ട് ലാംഗ്വേജ് ഉണ്ടായിരുന്നു അന്നത്തെ. ഏതായി? ഈ രാജ്യത്ത് രണ്ട് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഒന്നെന്തായിരുന്നു? ഫിനിഷിക്കൻ അല്ലെങ്കിൽ എന്താണ്? ഫിനിക്. ഈ രണ്ട് ലാംഗ്വേജ് അന്നത്തെ കോമൺ ലാംഗ്വേജാണ് അവിടുത്തെ. ഹല്ലേലൂയ. അവിടുത്തെ മെയിൻ റീജിയൻ ഏത് റീജിയൻ ആയിരുന്നു? ഒറ്റ റീജിയൻ ഉള്ളായിരുന്നു, 10 റീജിയൻ ഒന്നും ഇല്ലായിരുന്നു. അവരുടെ മെയിൻ ഒറ്റ റീജിയനാണ്, കനാനൈറ്റ് റീജിയൻ എന്ന് പറയും. ഫിനിഷ്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ഏത് സിവിലൈസേഷനാണ്? തലോസ്കോട്ടിക് സിവിലൈസേഷൻ. അതെന്താണ്? എന്തുകൊണ്ടാണ് തലോസ്കോട്ടിക് എന്ന് പറയാൻ കാരണം? കടലിൻ്റെ തീരത്തും കടലിൻ്റെ ഉള്ളിലും താമസിക്കുന്ന ആൾക്കാർ. ഹല്ലേലൂയ. ഈ കടലിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന വഴി ഉണ്ടാവും അവർക്ക്. ഈ വഴി ആ സ്ഥലത്ത് പോയി താമസിക്കുന്ന അവരെന്ത് പറയുന്നു? തലോസ്കോട്ടിക് സിവിലൈസേഷൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് ഇവർ നോർമലി അന്നത്തെ ഒരു കാലഘട്ടം മറൈൻ ടൈം എംപയർ എന്നൊക്കെ പറയും. അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇനി കനാനൈറ്റ് റീജിയനെ പറ്റി നമുക്കൊന്ന് പഠിച്ചു നോക്കാം. കനാനൈറ്റ് റീജിയൻ എന്താണ്? കനാനൈറ്റ് റീജിയൻ്റെ അകത്ത് അവർക്കൊരു സുപ്രീം കോഡ് ഉണ്ടായിരുന്നു, യേൽ എന്ന് പറഞ്ഞ് സുപ്രീം കോഡ്. ആർക്ക്? ഈ കനാനൈറ്റുകാർക്ക്. അവർക്ക് സുപ്രീം കോഡ് ഏതാണ്? യേൽ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ പുള്ളിയുടെ ഈ യേലിൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നു, അഷ്രിക് എന്ന് പറയും. അഷ്രിയ്. യേലും ഉണ്ടായിരുന്നു. സുപ്രീം കോഡ് ആരാണ്? യേലാണ് സുപ്രീം കോഡ്. യേലിൻ്റെ കൈക്കാരനാരായിരുന്നു? അഷ്രിക്. അപ്പോൾ ഇവർ ബാൽ ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. ആരെ ആരാധിക്കുന്നവരായിരുന്നു? ബാൽ ദൈവത്തെ. അപ്പോൾ ഈ ബാൽ ദൈവത്തിൻ്റെ ആരാധിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മഴയും ഇടിയും കിട്ടാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ ബാലിനെ ആരാധിക്കുന്നത്. അപ്പോൾ നോക്കിക്കോണം, എന്തിനു വേണ്ടിയാണ് ബാലിനെ ആരാധിക്കുന്നത്? മഴ ലഭിക്കാനും ഇടി ലഭിക്കാനുമാണ്. ഇടിമുഴക്കം ലഭിക്കാൻ വേണ്ടിയാണ് അവർ ആരാധിക്കുന്നത്, ബാലിനെ ആരാധിക്കുക. ഇനി അടുത്ത ഒരു ദേവനുണ്ട്, അനത്ത് എന്ന് പറയുന്ന ഒരു ദൈവം. എന്താണ് അനത്ത്? അത് ആരുടെ റീജിയനിലുള്ളതാണ്? കനാനൈറ്റ് റീജിയനിലുള്ള അടുത്ത ദേവനാണ് അനത്ത്. ഇവരെന്തിനാണ് ഈ അനത്ത്? എന്തിനാണ് അനത്തിനെ ആരാധിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിനിഷ്യ എപ്പോഴും യുദ്ധം കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ്. എപ്പോഴും യുദ്ധം ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. അപ്പോൾ യുദ്ധത്തിൻ്റെ ദേവനെ ആരാധിക്കുകയാണ്? കനാനൈറ്റ് റിലിജിയൻ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. കനാനൈറ്റ് മതം ആരെ ആരാധിക്കുന്നു? അനത്ത് എന്ന് പറയുന്ന ദേവനെ ആരാധിക്കും. അവർ എന്തിനാ അനത്ത് എന്ന് പറയുന്നത്? എന്തിനെ കൺസിഡർ ചെയ്യുന്ന ദൈവമാണ്? യുദ്ധത്തിൻ്റെ ദൈവം, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെയാണ്
അവർ ആരാധിക്കുന്നത്. ഇനി അടുത്ത ഒരു ദൈവമുണ്ട്, അസർട്ട് എന്ന് പറയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഈ അസർട്ട് എന്ന് പറയുന്ന ദൈവം അവർ സ്നേഹത്തെയും പിന്നെന്തിയാണ് ഫലസമൃദ്ധിമായ കാര്യങ്ങൾ തരുന്ന ഒരു ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത്. അപ്പോൾ 3 കൂട്ടം ദൈവമുണ്ട്. കാനാറ്റുകാർക്ക് എന്തൊക്കെയാണ് അവർക്ക് പറഞ്ഞ്? ഒന്നെന്താണ്? ബാലുണ്ട്, രണ്ടെന്താണ്? അനത്തുണ്ട്, മൂന്നെണ്ണം അസർട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഇതാണ് കനാനൈറ്റ് റിലിജ്യനും മറ്റേ സീറോ ഫിലിഷ്യൻ ലേഡിയും എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് വായിച്ചു നോക്കാം. ഇനി നമുക്ക് ബാക്കി ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് വായിക്കാം. ഒന്നുകൂടെ വായിച്ചേ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെ കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനിഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. അപ്പൊ അതുപോലെ ഞാൻ ഫിനിഷ്യ ദേശത്തെ പറ്റി ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞു തരാം. ഇന്നത്തെ കാലത്ത് നിങ്ങൾ അർവാദ് എന്ന് പറയുന്ന സിറിയ ഭാഗം ഉണ്ടല്ലോ, അർവാദ് മുതൽ മൗണ്ട് കാർമൽ വരെ പരന്നു കിടക്കുന്ന സ്ഥലമായിരുന്നു ഏത്? ഫിനിഷ്യ എന്ന് പറയുന്ന സ്ഥലം. സിറിയയിലെ അർവാദ് എന്ന് പറയുന്ന സ്ഥലം മുതൽ മൗണ്ട് കാർമൽ വരെ പരന്നു കിടക്കുന്ന ഒറ്റ ലെവലിൽ കിടക്കുന്ന സ്ഥലമായിരുന്നു എന്ത്? ഫിനിഷ്യ എന്ന് പറയുന്ന ദേശം. ഹല്ലേലൂയ. ഈ ഫിനിഷ്യനെ ലെവനന്റ് റീജിയൻ എന്നും പറയും. എങ്ങനെ? ലെവനന്റ് റീജിയൻ എന്ന് പറയും. എന്താണ് ലെവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ജിയോഗ്രാഫിക്കലി ഒരു റെഫർ ചെയ്യുന്ന ഒരു പേരാണ് ലെവനന്റ് എന്ന് പറയുന്നത്. എന്താണ് ജിയോഗ്രാഫിക്കലി ഏറ്റവും മെഡിറ്ററേനിയൻ ഏറ്റവും വലിയൊരു ഏരിയയാണ്. ഈ ഏരിയ മെഷർ ചെയ്യുന്ന ഒരു സംഭവത്തിന് എന്താണ് പറയുന്നത്? ലെവനന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മെഡിറ്ററേനിയനിൽ ഏറ്റവും വലിയ ഒരു ലാർജ് ഏരിയയാണ് ആറയിൽ കിടക്കുന്നത്? ഫിനിഷ്യയിൽ കിടക്കുന്നത്. എവിടെ തൊട്ടാണ്? അന്നത്തെ കാലം മുതൽ അർവാദ് മുതൽ എവിടെ വരെ കിടക്കുന്നു? മൗണ്ട് കാർമൽ വരെ പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഫിനിഷ്യ. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്താണ് എന്ത് വരുന്നത്? ടയർ, സീദോൻ, പിന്നെ കുറേ രാജ്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു എവിടോട്ട് പോവുകയാണ്? ടയറിലേക്ക് പോവുകയാണ്. ടയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ടയറും ഇസ്രായേലുകാരും തമ്മിൽ ഒട്ടും ചേരത്തില്ല. എന്തുകൊണ്ടാണ് ചേരാത്തത്? അമർ ഈ ദേവന്മാരെ ആരാധിക്കുമോ? അമർക്ക് ഈ ദേവന്മാരെ കാണുന്നേ താല്പര്യമില്ല. അമർ ഈ ദേവന്മാരെ ഒട്ടും ആരാധിക്കത്തില്ല. അപ്പോൾ ഇവരുടെ വിശ്വാസവും ഫിനിഷ്യക്കാരുടെ വിശ്വാസവും തമ്മിൽ ഭയങ്കര ഡിഫറൻറ്റാണ്. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കോണം. പക്ഷേ യേശു ക്രിസ്തുവിനെ പറ്റി എവിടെ അറിയാൻ തുടങ്ങി? ഫിനിഷ്യം ദേശം മൊത്തം അറിയാൻ തുടങ്ങി. നീ നോക്കിക്കോണം. എവിടെ കിടക്കുന്ന യേശുവിനെ പറ്റി, ഇസ്രായേലിൽ കിടക്കുന്ന യേശുവിനെ പറ്റി ആരറിയാൻ തുടങ്ങി? അർവാദ് മുതൽ മൗണ്ട് കാർമേൽ വരെയുള്ള ദേശത്തുള്ള നിവാസികൾ അറിയാൻ തുടങ്ങി. പലരും സ്വീകരിച്ചു, പലർ സ്വീകരിക്കാതിരുന്നു, പലരും വിശ്വാസത്തോട് കണ്ടു. അങ്ങനാണല്ലോ മർക്കോസ് പറയുന്നത്. ഈ ടയറിൻ്റെ അകത്തൊരു വീട്ടിൽ വന്നു എന്നാണ് പറയുന്നത്. എവിടെ വന്നത്? അല്ല, അങ്ങനല്ല മർക്കോസി പറയുന്നത്. ടയർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവരൊരു വീട്ടിൽ ചെന്നാണ് പറയുന്നത്. അപ്പോൾ അവ വീട്ടിൽ ആരുണ്ട്? ആ ദേശത്തുള്ള സകല വിശ്വാസികളും എവിടുണ്ട്? ആ ദേശത്ത്, ആ വീട്ടിൻ്റെ അകത്തുണ്ട്. ഒരു പക്ഷേ അവരെല്ലാം യഹൂദന്മാരായിരിക്കാം. ആ യഹൂദന്മാരിൽ എവിടെ കൂടിയിട്ടുണ്ട്? ഒരു യഹൂദ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. മത്തായി കനാനയെ പറ്റി പറയുന്നു, മർക്കോസ് ആരെപ്പറ്റി പറയുന്നു? സീറോ. ഇത് രണ്ടല്ല, ഒന്നാണ്. സ്തോത്ര. ഹല്ലേലൂയ. കാരണം എന്താണ്? സീറോ ഫിനിഷ്യൻ എന്ന് പറയുന്നത് അത് ആ ഫിനിഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു സ്ത്രീയായിരുന്നു. കനാനേറ്റിൽ വുമൺ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഒരു മതത്തിലുള്ള വുമണെ പറ്റിയാണ് ആര് പറയുന്നത്? മത്തായി പറയുന്നത്. ഹല്ലേലൂയ. യേശുവേ ആരാധന. അവർ രണ്ടല്ല, അവരാരാണ്? ഒന്നാണ്. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കോണേ, ഇവർക്ക് ഒരു പ്രാർത്ഥന വിഷയം ഉണ്ടായിരുന്നു. സിമ്പിൾ ലോജിക്ക് ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. സിമ്പിളായിട്ടൊരു പ്രാർത്ഥന വിഷയം. എല്ലാവർക്കും പ്രാർത്ഥന വിഷയമുണ്ട്. നടിവർക്ക് ഒരു പ്രാർത്ഥന വിഷയമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ബൈബിൾ ഈ ചരിത്രം മാത്രം എടുത്ത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫൈൻഡ് ഔട്ട് ചെയ്യുമോ? ആർക്കെങ്കിലും ഒന്ന് ചിന്തിക്കാം. എന്തുകൊണ്ടായിരിക്കാം ഇതിനെപ്പറ്റി മത്തായി എടുത്ത് എഴുതാനോ മാർക്കോസ് എടുത്ത് അത് സ്നോപ്റ്റിക് ഗോസ്പൽ എടുത്ത് എഴുതാൻ കാരണം എന്തായിരിക്കാം? നമുക്കറിയാം എസെക്കിയേലിൻ്റെ പുസ്തകവും ജെറമിയായുടെ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ശാപങ്ങൾ കിട്ടിയ 2 സ്ഥലങ്ങളാണിത്. വായിച്ചിട്ടുണ്ടോ? ടയറിനും കിട്ടിയിട്ടുണ്ട്. ടയറിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇവന്മാർക്ക് ഞാൻ പറയും ഈ കടലിൻ്റെ തീരമായതുകൊണ്ട് ഭയങ്കര ബിസിനസ് ഏരിയയാണ്. ഈ ബിസിനസ് ഏരിയ ആയതുകൊണ്ട് ഇവർക്ക് ഭയങ്കര പണവും ഭയങ്കര അഹങ്കാരമായിരുന്നു. ഇവർക്ക് 2 കൂട്ടം ഭയങ്കര അഹങ്കാരികളും ഭയങ്കര ധിക്കാരികളുമായിരുന്നു ടയർ ദേശത്തുള്ള നിവാസികൾ എന്ന് ഞാൻ പറഞ്ഞല്ല, ബൈബിൾ പറയുന്നുണ്ട്. എന്താണ്? പക്ക അഹങ്കാരിയാവനൊക്കെ. എങ്ങനെ അഹങ്കരിക്കുന്നത്? പണമുണ്ട്, ഭയങ്കര അഹങ്കാരവും ഭയങ്കര അഹങ്കാരജന ജീവിതം നയിക്കുന്ന ഒരു നിവാസികളായിരുന്നു ടയർ നിവാസികൾ.
സീതോൻകാരെങ്ങനായിരുന്നു? സീതോൻകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ വേറെ ലെവലാണ്. അപ്പോൾ ഇവരെ എന്ത് ചെയ്തു? ബൈബിൾ പറയുകയാണ് ഇവന്മാരാരാണ്? ശപിക്കപ്പെട്ടവരാണെന്ന് യെശയ്യായും പറയുന്നുണ്ട്, ജെറമ്യായും പറയുന്നുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. പക്ഷേ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഈ സ്ഥലത്തു നിന്ന് ഒരുത്തി ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങി. സ്തോത്ര, ഹല്ലേലൂയ. യേശു ആരാധന. അപ്പോൾ ചുമ്മാതല്ല ഈ സ്ഥലത്തെ പറ്റി ദൈവം പറഞ്ഞത്. ശപിക്കപ്പെട്ട സ്ഥലത്ത് ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ ഒരു സ്ത്രീയെ പറ്റിയാണ് ഇത് രാത്രി ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. ഒരു പക്ഷെ നിന്റെ വീട് ശപിക്കപ്പെട്ടതായിരിക്കാം, നിന്റെ വീട് അഹങ്കാരം കൊണ്ട് നിറഞ്ഞതായിരിക്കാം, നിന്റെ വീട് ധിക്കാരികൾ കൊണ്ട് നിറഞ്ഞതായിരിക്കാം. പക്ഷെ നിന്നെ ഈ രാത്രി ദൈവം വിളിച്ചിരിക്കുന്നത് എന്തോ ഒന്ന് കണ്ടിട്ടാണ്. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ തലമുറയായി അഹങ്കാരികളുടെ കുടുംബമായിരിക്കാം, തലമുറയായി ധിക്കാരിയുടെ കുടുംബമായിരിക്കാം, തലമുറയായി ശാപം കെട്ടിയ കുടുംബമായിരിക്കാം. പക്ഷെ ദൈവ പൈതലേ, ഇന്ന് രാത്രി എന്നെ നീ കേൾക്കുന്നുണ്ടെങ്കിൽ സീദോമിൽ നിന്നും ഒരു സ്ത്രീയെ വിളിച്ചതുപോലെ നിന്റെ വീട്ടിൽ നിന്ന് ദൈവം നിന്നെ വിളിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നീ മനസ്സിലെ ബ്രദറെ, ശാപം കിട്ടിയ വീട്ടിന്റെ അകത്തുനിന്ന് ദൈവം നിന്നെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്ര, ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, ആ സ്ത്രീ ആരെ അന്വേഷിച്ചു പോയി? ദൈവത്തെ അന്വേഷിച്ചു പോയി. നിന്റെ വീട്ടിൽ നിന്ന് ശാപം അഴിയണമെങ്കിൽ, നിന്റെ വീട്ടിൽ നിന്ന് അന്ധകാരം അഴിയണമെങ്കിൽ നീ ഇറങ്ങി തിരിച്ച പറ്റത്തുള്ളൂ. ടേറിൽ നടക്കുന്ന അവിടെ മൊത്തം യഹൂദന്മാർ കൂട്ടിരിക്കുന്ന സ്ഥലത്താണ് യേശു സംസാരിക്കാൻ ചെന്നെന്നാണ് പറയുന്നത്. ഈ സ്ഥലത്ത് എന്തുണ്ട്? സിനഗോഗുണ്ട്. എവിടെ സിനഗോഗുണ്ട്? ടീറിലും എന്തുണ്ട്? ഫിനിഷ്യയിൽ എന്തുണ്ട്? സിനഗോഗുണ്ട്. എവിടെ ചെന്നാലും യഹൂദന്മാർ എവിടെ പോയാലും അവരെന്ത് ചെയ്യും? സിനഗോഗ് പണിയും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? സിനഗോഗുണ്ട്. ഈ സിനഗോഗിൽ വരുന്ന പല വിശ്വാസികളും ആരുടെ അടുക്കലുണ്ട്? യേശുവിൻ്റെ അടുക്കലുണ്ട്. അങ്ങനെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ യേശു ഇങ്ങനെ ശക്തമായി പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ഇങ്ങനെ ഭയങ്കര അത്ഭുതമായി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ കാണുവാൻ, യേശുവിനെ ഇങ്ങനെ അടുത്തറിയുവാൻ ഇതാ ടയറിൽ കിടക്കുന്ന ഒരു സ്ത്രീ ദൈവത്തെ അതീവമായി കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പല പ്രാവശ്യം അവൾ ചെല്ലാൻ നോക്കി, പക്ഷെ നടന്നില്ല. പക്ഷേ നടക്കാതെ പിന്നെയും അവൾ യേശുവിനെ കാണാനായിട്ട് ഇറങ്ങി ഓടി എന്ന് ചില ചരിത്രങ്ങൾ ശക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഈ ഭവനത്തിൽ എന്ത് ചെയ്യാണ്? യേശുക്രിസ്തു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്തുണ്ടാകുകയാണ്? ടേറിൽ ഇവൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 80 മൈൽ ദൂരം ഉണ്ടെന്നാണ് പറയുന്നത്. 80 മൈൽ ദൂരത്ത് ഇവൾ ഓടി വരികയാണ്. ആരെ കാണാൻ വരികയാണ്? പക്ഷേ യേശുവിനെ കാണാൻ വരുമ്പോൾ ആദ്യമേ ഒന്നും ഇവർ അലോഡ് ചെയ്യത്തില്ല. ഒരു തരത്തിൽ വീടിൻ്റെ അകത്തോട്ട് കയറാൻ സമ്മതിക്കത്തില്ല. കാരണം എന്താണ്? ഇവരാരാണ്? ഇസ്രായേലിൻ്റെ ചരിത്രപ്രകാരം ഇവൾ ആരാണ്? വിജാതീയനാ. സ്തോത്ര, ഹല്ലേലൂയ. മാത്യു 10:6 വായിക്കാമോ? പ്രത്യുത ഇസ്രായേൽ വംശത്തിന് നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നു. അപ്പൊ നോക്കിയാണ്. അപ്പൊ യേശുക്രിസ്തു 12 ശിഷ്യന്മാരോട് പറയണം, നീ എന്ത് ചെയ്യണം? ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ച് യാത്ര ചെയ്യണമെന്ന് ഒരു വിഭാഗത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 15:24 അവളോട് പറയുന്നൊരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 15:24 വായിച്ചോ. അവളോട് പറയുന്നൊരു വാക്യം ശ്രദ്ധിച്ചോ? എന്താണ്? അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അപ്പോൾ ഈ സ്ത്രീ എങ്ങനെയോ യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി. എത്തിയതിനു ശേഷം യേശുവിനോട് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും എനിക്കൊന്ന് പുള്ളിന്ന് കണ്ടേ പറ്റത്തുള്ളൂ. എൻ്റെ വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്, ഒരു പരത്തിൽ പറ്റത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇവൾ അലറി വിളിക്കാൻ തുടങ്ങി. കാണാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ഇവളെന്ത് ചെയ്തു? അലറി വിളിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. ഇത്രയും മാത്രം ബഹളമായി, എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഈ സംസാരമാണ് എന്ത് ചെയ്തത്? അവിടെ പറയുന്നത് എന്താണ്? ആ മറുപടി എന്താണ് പറഞ്ഞത്? ഇസ്രായേൽ ഭവനത്തിൽ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അന്ന് അടുത്ത വാക്യം പറഞ്ഞു, എന്നാൽ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൾ നോക്കിയപ്പോൾ അവൾ ആ സമയത്ത് എല്ലാം ഉപേക്ഷിച്ചു പറഞ്ഞു, എനിക്കിനി കനാനോ മതമോ വേണ്ട, ഞാൻ ഫിനിഷക്കാരിയല്ല, എനിക്കൊന്നും വേണ്ട. ഇപ്പോൾ എനിക്ക് ആകെ ഒറ്റ കാര്യം മതി, എൻ്റെ മകളൊന്ന് സൗഖ്യം പ്രാപിച്ചേ പറ്റത്തുള്ളൂ.
സൗഖ്യം പ്രാപിക്കാൻ ഇനി ഒരേ ഒരു വഴിയുള്ളൂ. വഴി എന്താണ്? യേശു എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും? സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നോക്കിക്കോണമേ, ഇസ്രായേൽ ജനത്തിൻ്റെ അകത്തില്ലാത്തൊരു വിശ്വാസം എവിടുന്ന് കടന്നു വന്നു? കനാനം ദേശത്ത് നല്ല കനാനേറ്റ് വുമണിൽ നിന്ന് ഓടി എവിടെ വരികയാണ്? നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്ര. ഹല്ലേലൂയ. നീ ശപിക്കപ്പെട്ടവനായിക്കൊള്ളട്ടെ, നീ തകർന്നവനായിക്കൊള്ളട്ടെ, നീ അഹങ്കാരി ആയിക്കൊള്ളട്ടെ, നീ ധിക്കാരി ആയിക്കൊള്ളട്ടെ, എന്തു ഒക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷെ നിന്റെ അകത്തുനിന്ന് ദൈവത്തെ അന്വേഷിച്ചിറങ്ങണം. യേശു ദൈവമാണെന്നുള്ള ചിന്ത നിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ശാപത്തെ അഴിക്കുവാൻ, നിന്റെ അന്ധകാരത്തെ അഴിക്കുവാൻ, നിന്റെ ധിക്കാരത്തെ അഴിക്കുവാൻ ഒരു നാമമുണ്ട്, യേശുവിന്റെ നാമം. ഹല്ലേലൂയ. യേശുവേ ആരാധന. പ്രിയരെ, എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പറഞ്ഞേ, പണ്ട് തൊട്ടേ ഞങ്ങൾ ക്രിസ്ത്യാനികളാ, പക്ഷെ എൻ്റെ കുടുംബം ഉയരുന്നില്ലെങ്കിൽ നിന്നെയാണ് ഇന്ന് രാത്രി ദൈവം വിളിക്കുന്നത്. ഈ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങട്ടെ, ഒരു പുരുഷൻ ഇറങ്ങട്ടെ. ഇറങ്ങിയാൽ സൗഖ്യം നിന്റെ വീട്ടിൽ ഇറങ്ങി വരാ. ഹല്ലേലൂയ. ഇറങ്ങാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം നിന്നെ സൗഖ്യം തരാനും നൽകി തരാനാണ്. യേശു ആരാധന. ഇറങ്ങാൻ നീ തയ്യാറാണെങ്കിൽ ദൈവം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരാനും ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. ഈ ചരിത്രം പറയുന്നത് ഈ സ്ത്രീ യേശുവിനെ കാണാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത്. എത്ര ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവൾ അവസാനം ആരെ കണ്ടിട്ടാ പോയത്? കാരണം അവൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു. എന്താണ് ഉറപ്പ്? യേശുവിനെ ഒന്ന് കണ്ടാൽ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാവും. അവിടെ അകത്ത് എന്തായിരിക്കും ആ സമയത്ത് ഉണ്ടായത് പറയാമോ? സാധാ ഒരു വിശ്വാസമല്ല. അവിടെ അകത്ത് ഉണ്ടായിരുന്ന ഒരു ശക്തിയേറിയ വിശ്വാസം ഇന്ന് നിന്റെ അകത്തുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ അകത്ത് അഗ്നിയേറിയ വിശ്വാസമുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ഉറപ്പായിട്ടൊരു വിശ്വാസമുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കുവാൻ ഒരേ ആൾക്ക് സാധിക്കത്തുള്ളൂ എന്നുള്ള വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ ഉറപ്പായി നിന്റെ മേൽ ദൈവം ഇറങ്ങി വരാ. സ്തോത്ര. ഹല്ലേലൂയ. ഉറപ്പായി ദൈവത്തിന്റെ തീ നിന്റെ മേൽ ഇറങ്ങി വരാ. ഉറപ്പായി ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വരാ. ഉറപ്പായി നടക്കാത്ത സകലതിന്റെ മേലും ദൈവത്തിന്റെ തീ ഇറങ്ങി വരുന്നേ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? നിന്റെ വിശ്വാസം ഭയങ്കര വലുതാണ്. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ ഈ സ്ത്രീയുടെ അടുക്കിലേക്ക് യേശു നിൽക്കുമ്പോൾ യേശു ഒറ്റ കാര്യം മാത്രമേ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നുള്ളൂ. എൻ്റെ കൂടെ നിൽക്കുന്നവനെക്കാട്ടിൽ ഏറ്റവും വലിയൊരു വിശ്വാസം എവിടുന്ന് ഇറങ്ങി വന്നു? ഇതാ സീദോമിൽ നിന്നും ടയറിൽ നിന്നും ഇറങ്ങി വന്നു. ഹല്ലേലൂയ. യേശു ഒറ്റ കാര്യം, നീ ധൈര്യമായിട്ട് പൊക്കോ, ദൈവത്തിന്റെ തീ നിന്റെ മകളെ സൗഖ്യപ്പെടുത്തിയിരിക്കുക. ഹല്ലേലൂയ. നിന്റെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് വ്യാപരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നിന്റെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ നീ ഭയപ്പെടേണ്ട. എന്ത് ശാപമായിക്കൊള്ളട്ടെ, എന്ത് അനർത്ഥമായിക്കൊള്ളട്ടെ, ഈ അനർത്ഥത്തെ നിനക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കും? എന്നെ വിളിച്ചൊരു ദൈവമുണ്ട് എന്നുള്ളൊരു സ്പെഷ്യലായിട്ടുള്ള വിശ്വാസം നിന്റെ അകത്തിങ്ങനെ ഉണ്ടായാൽ ഒന്നും നിന്നെ തൊടപ്പില്ല, ഒന്നും നിന്നെ തകർക്കത്തില്ല, ഒന്നും നിന്നെ ഇല്ലാതാക്കത്തില്ല. മർക്കോസ് 7:24 വായിച്ചോ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. അപ്പൊ യേശുക്രിസ്തു നീങ്ങണം ഈ സ്ഥലത്ത് എന്ത് ചെയ്യാണ്? ഒരു വീട്ടിൽ ചെല്ലുന്നു. വീട്ടുകാർ പറയുന്നത് ഞാനിവിടെ ഉണ്ടെന്നും ശിഷ്യന്മാർ ആരോടും പറയാൻ പാടില്ല. ഒരു മനുഷ്യരോട് നീ പറയരുത് ഞാനിവിടെ ഉണ്ടെന്നും. പക്ഷെ നിങ്ങൾ നോക്കിയേ, എന്നിട്ടും അവൾ എന്ത് ചെയ്തു? എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. അവന് മറഞ്ഞിരിക്കാൻ പറ്റിയില്ല. ഒരു സ്ത്രീ അവനെ കുറിച്ച് കേട്ട് അവിടെ എത്തി. അപ്പൊ നോക്കണം, യേശു എവിടെ വന്നു? ആ വീട്ടിലുണ്ടെന്ന് അവൾ കേട്ടിട്ട് സകലതും ഉപേക്ഷിച്ചു. എത്രമാത്രം ഇമ്പോർട്ടന്റ് കാര്യമാണല്ലോ. എല്ലാം ഉപേക്ഷിച്ച് 80 മൈൽ നടന്ന് എവിടെ വന്നു? യേശുവിനെ കാണാൻ വന്നു. ഹല്ലേലൂയ. അവൾ ഒന്നും നോക്കിയില്ല. ഒറ്റ കാര്യമുള്ളൂ, യേശു ഇന്ന് ആ വീട്ടിലുണ്ട് എന്ന് എനിക്കറിയാം. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ചെന്നാൽ എൻ്റെ മകൾ സൗഖ്യപ്പെടുക തന്നെ ചെയ്യും. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല. ഒരു മതത്തെ നോക്കിയില്ല, ഒരു മതാധികാരിയെ നോക്കിയില്ല, സ്ഥലത്തെ നോക്കിയില്ല, ശപിക്കപ്പെട്ട സ്ഥലമാണെന്ന് നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ഇറങ്ങി അങ്ങ് തിരിച്ചു. സ്തോത്ര. ഹല്ലേലൂയ. നീയും ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്, ആ സ്ത്രീ ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രി നീ ഇറങ്ങണം. സ്തോത്ര. ഹല്ലേലൂയ. ബ്രദറെ, ഞാൻ ചരിത്രപരമായ ഒരു സഭയിൽ എന്ത് സഭ എന്തോ ആയിക്കൊള്ളട്ടെ, നിന്റെ അടുത്ത് ചോദ്യം, നീ രക്ഷപ്പെട്ടോ ഇല്ലയോ? രക്ഷപ്പെട്ട
വിട്ടിട്ടില്ലെങ്കിൽ സഭയല്ല നീ നോക്കേണ്ടത്, യേശുവിനെ നീ നോക്കിക്കോ. സ്തോത്ര, ഹല്ലേലൂയ. നീ ഇത്രയും വർഷം കിടന്നിട്ട് നീ ഗുണം പിടിക്കുന്നില്ലെങ്കിൽ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി, എന്തോ ഒരു ശാപത്തിന്റെ കെട്ട് നിന്റെ ശിരസിന്റെ തലയിലുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. ഇത്രയും നാൾക്കും അവർ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അഴിക്കാൻ പറ്റുന്ന ഒരു ശക്തനായ ദൈവം ഇന്നും നിന്റെ മധ്യയിലുണ്ട്, യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവരുടെ മകളെ സൗഖ്യമാക്കിയെങ്കിൽ നിന്നെയും സൗഖ്യമാക്കാൻ ശക്തനായ ദൈവത്തിന് സാധിക്കും. ഇറങ്ങിത്തിരിക്കുക എന്നതാണ് പ്രാധാന്യം. ഹല്ലേലൂയ. സകലതും വിട്ട് എന്ത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ആരെന്ത് പറഞ്ഞുകൊള്ളട്ടെ, ആരെന്നെ കളിയാക്കിക്കൊള്ളട്ടെ, ആരെന്നെ ഉപേക്ഷിച്ചു കൊള്ളട്ടെ, എനിക്ക് ഒറ്റവരേമേ ഉള്ളൂ, എൻ്റെ യേശുവിൻ്റെ അടുക്കൽ എത്തണം. ഹല്ലേലൂയ. എനിക്ക് സൗഖ്യം അവിടുന്ന് ലഭിക്കും. ഹല്ലേലൂയ. ഇതാണ് നിന്റെ യാത്രയുടെ ദൗത്യമെങ്കിൽ നിന്റെ എയിമിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരാ. അവളൊന്നും നോക്കിയില്ല, അവൾ ഇറങ്ങി ഓടി. പലരും പറഞ്ഞ് കയറാൻ പറ്റത്തൊന്നുമില്ല. എന്താണെങ്കിലും കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് ഞാൻ പറയും, ഞാൻ ഉറക്ക വിളിക്കുക, യേശുവേ നീ എന്നെ കണ്ടേ പറ്റത്തുള്ളൂ, എന്നെ ഒന്ന് കേട്ടേ പറ്റത്തുള്ളൂ. അവസാനം ഇവിടെ അലമുറ കേട്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ആകെ ബഹളം ഉണ്ടാവും. മുന്നോട്ട് വായിച്ചോ, ആ വാക്യം വായിച്ചോ. ഒരു സ്ത്രീ അവനെ കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തന്റെ മകളിൽ നിന്ന് പിശാചികനെ ബഹിഷ്കരിക്കണമെന്ന്. അപ്പൊ നോക്കിയാൽ ഈ ഫിനിഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരായിരുന്നു? അന്ന് റോമക്കാരായിരുന്നു. റോമത്തിന്റെ അണ്ടറിൽ വരുന്ന സംഭവമായിരുന്നു ഈ ഫിനിഷ്യ. അതുകൊണ്ട് അവിടെ ഗ്രീക്കാരെന്ന് അവൾ എഴുതിയിരിക്കുന്നത്, അവൾ ഗ്രീക്കുകാരിയായിരുന്നു. ഇനി അടുത്ത വാക്യം വായിച്ചോ. തന്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന്. അവർക്ക് ഒരു കാര്യം ഉറപ്പായി, ഇവിടെ മകൾ എന്തുണ്ട്? പിശാചുണ്ട്. ഇവരുടെ മതത്തിന്, ഇവരുടെ ബാലദൈവത്തിന് പുറത്താക്കാൻ പറ്റിയോ? അറാത്ത് ദൈവത്തിന് പുറത്താക്കാൻ പറ്റിയോ? അനാത്ത് ദൈവത്തിന് പുറത്താക്കാൻ പറ്റിയോ? പുറത്താക്കാൻ പറ്റിയില്ല. ആർക്കും പുറത്താക്കാൻ പറ്റിയില്ല. പക്ഷെ പുറത്താക്കാൻ പറ്റുന്നവന്റെ അടുക്കിലേക്ക് അവൾ ഓടി. സ്തോത്ര, ഹല്ലേലൂയ. നീ പള്ളിയിൽ നിന്നിട്ടുണ്ട്, ഓക്കെ, നീ മുന്നോട്ട് പൊക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിന്റെ അകത്തുനിന്ന് പിശാച് പുറത്തു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നീയാ തിരിച്ചറിയേണ്ടത്, നീയാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഉയർച്ച ഉണ്ടാവുന്നുണ്ടോ, ഞാൻ കീപ്പോട്ടാണോ പോകുന്നത്, നീയാ മനസ്സിലാക്കേണ്ടത്. നീ മനസ്സിലാക്കുവാണെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ആരുടെ അടുക്കിലേക്ക് ഓടണം? നീ ഒരു പെന്തിക്കോസ്കാരനെ പറയാൻ പോകണ്ട. നീ ആരുടെ അടുക്കിലേക്ക് ഓടണം? യേശുവിന്റെ പുറയിലേക്ക് നീ ഓടണം. ഹല്ലേലൂയ. നീ യേശുവിന്റെ പുറയിലേക്ക് നീ യാത്ര ചെയ്യണം, ഇറങ്ങി ഓടണം. എന്തെടുത്ത് ഓടിക്കോണം? നിന്റെ കഷ്ടതയും നിന്റെ പ്രയാസവും നിന്റെ ദുരിതം എടുത്തുകൊണ്ട് ആരിൽ ഓടിക്കോണം? യേശുവിന്റെ അടുക്കിലേക്ക് ഓടിക്കൊള്ളണം. ഹല്ലേലൂയ. യേശുവേ ആരാധന. അടുത്ത വാക്യം വായിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. ആദ്യമേ എന്റെ മക്കളൊന്ന് ഭക്ഷിക്കട്ടെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അടുത്ത വാക്യം വായിച്ചു. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുമുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? കർത്താവ് മേളിൽ നിന്ന് വീണ് നീ എന്തോ ആയിക്കൊള്ളട്ടെ, നിന്റെ കയ്യിൽ നിന്ന് താഴെയിട്ട സാധനം മതി, ഇതുകൊണ്ട് എൻ്റെ മകൾ സൗഖ്യപ്പെടും. ഹല്ലേലൂയ. ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് എന്തുണ്ടായി? നിന്റെ വിശ്വാസത്തിന്റെ മേൽ ഇപ്പോൾ അഗ്നി ഇറങ്ങിയിരിക്കുകയാണ്. നിന്റെ വിശ്വാസത്തിന്റെ മേൽ ഇപ്പോൾ, നിന്റെ ശാപത്തിന്റെ മേൽ ഇപ്പോൾ അഗ്നി ഇറങ്ങിയിരിക്കുകയാണ്. നിന്റെ തലമുറയുള്ള കെട്ടിന്റെ മേൽ ഇപ്പോൾ അഗ്നി ഇറങ്ങിയിരിക്കുകയാണ്. നിന്റെ വിശ്വാസം നിന്റെ മേൽ വ്യാപരിക്കാം. വിശ്വാസമുള്ളവനാണോ നീ? യേശുവിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ നിറഞ്ഞിരിക്കുന്നവനാണോ നീ? നിന്റെ അകത്തേക്ക് ആ സൗഖ്യം വരുന്നത്. ഹല്ലേലൂയ. നിന്റെ അകത്തേക്ക് വന്നിരിക്കും സൗഖ്യം. നിന്നെ തേടി സൗഖ്യം വരും. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? വിജാതിയുടെ അടുക്കിലേക്ക് സൗഖ്യം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച നിന്റെ മേൽ, യേശു ക്രിസ്തു നിന്റെ മേൽ സ്വീകരിച്ച നിന്റെ മേൽ സൗഖ്യം വരാതിരിക്കുമോ? ഹല്ലേലൂയ. യേശുവേ ആരാധന. അതുകൊണ്ടാണ് ഈ രാത്രി ബൈബിൾ പറയുന്നത്, വിശ്വാസത്തിൽ നീ ഉറയ്ക്കണം. വിശ്വാസത്തിൽ ഉറച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ശക്തമായി വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. വിശ്വാസത്തിൽ തീക്ഷ്ണവാനാണോ നീ ഓർത്തോ, നിന്റെ മേൽ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പൊ നിങ്ങൾ നോക്കും, അപ്പൊ എന്താ പറഞ്ഞത്? ഒറ്റ വാക്കിലാണോ ഈ സൗഖ്യം പ്രാപിച്ചത്? ഒറ്റ വാക്കില്ല. കാരണം അവൾ ഇത്രയും പ്രതിസന്ധികളെല്ലാം കാലുമടക്കി തൊഴിച്ചിട്ട് അവൾ ആരെടുത്തെത്തി? പ്രാർത്ഥനയ്ക്ക് വരുന്നു? ഇല്ല. അതെന്താ? പ്രാർത്ഥനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. എന്താ? അവരെന്ത് കണ്ട എന്ത് പറയും? ഇവർ കണ്ട എന്ത് പറയും? അപ്പുറത്തെ മറ്റേ ആ പ്രേം ഡോക്ടറിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ കണ്ട എനിക്കെന്തുവാ?
എന്നെ രക്ഷിക്കാൻ ഒരേ ഒരാളുള്ളൂ, യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പണ്ട് ഡോക്ടർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ബ്രദർ, ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഒരുത്തനും രക്ഷിക്കാൻ സഹായിക്കാൻ വരത്തില്ല, രക്ഷിക്കാൻ വരുന്ന ഒരേ ആളുള്ളൂ. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ നിങ്ങളടുത്ത് പറയാം, ഈ വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ ദൈവം ഈ സമയത്ത് കൂടെ നിൽക്കുക. ഹല്ലേലൂയ. നിന്റെ വിശ്വാസമാണ് എല്ലാത്തിനും പ്രാധാന്യമായ കാര്യം. നീ വിശ്വാസത്തിലാണോ ബൈബിൾ വായിക്കുന്നത്? നീ വിശ്വാസത്തിലാണോ പ്രാർത്ഥനയ്ക്കിരിക്കുന്നത്? നീ വിശ്വാസത്തിലാണോ ഉപവസിക്കുന്നത്? നിന്റെ മേലാ ദൈവം പറയുന്നത്. ചുമ്മാ വിശ്വാസമില്ല ഉപവസിച്ചിട്ടും വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചിട്ടും വിശ്വാസത്തിലെ ബൈബിൾ വായിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വിശ്വാസമാണ്. ഹല്ലേലൂയ. നിന്റെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ ഇതെന്താണ്? ദൈവം ഊതിയതാണെന്ന് നീ വിശ്വസിച്ചാൽ ഊതിയ ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേലിറങ്ങാം. ഇതൊരു കഥാപുസ്തകമാണ്, ഇത് ആരോ എഴുതിയതാണെന്നൊക്കെ പറഞ്ഞാൽ നിനക്കിത് കഥാപുസ്തകമായിട്ട് തോന്നും. പക്ഷെ ഊതിയവൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ ഒരു തീ അങ്ങോട്ട് ഇറങ്ങി വരും. അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുക തന്നെ ചെയ്യും. സ്തോത്ര, ഹല്ലേലൂയ. രണ്ട് രീതി വായിക്കാം. വിശ്വാസമില്ലാതെ വായിക്കാം, വിശ്വസിച്ച് വായിക്കാം. വിശ്വസിക്കുന്നവൻ്റെ മേൽ മാത്രമേ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കത്തുള്ളൂ. സ്തോത്ര, ഹല്ലേലൂയ. വിശ്വസിച്ചു, സ്ത്രീ വിശ്വസിച്ചു, അവിടെ മേൽ അടയാളം വന്നു. നീ വിശ്വസിക്കാമെങ്കിൽ നിന്റെ വീട്ടിലും അടയാളം ഉണ്ടാകും. നീ വിശ്വസിക്കാമെങ്കിൽ നിന്റെ വീട്ടിലും അത്ഭുതം ഇറങ്ങും. നീ വിശ്വസിക്കാമെങ്കിൽ നിന്റെ ശാപങ്ങളടിയും നിന്റെ സകല കെട്ടുകളടിയും നിന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ക്ലിമന്റിൻ ഹോംലീസ് എന്ന് പറയുന്ന ഒരു ചർച്ച് ഫാദർ ഉണ്ടായിരുന്നു. ഏതാണ് ക്ലിമന്റ് ഹോംലീസ്? പുള്ളിക്കാരൻ്റെ ഒരു ചാപ്റ്ററുണ്ട്, ഹോംലി സെക്കൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 19 അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 19 അധ്യായത്തിൽ ഈ പുള്ളിക്കാരിയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ടേറിൽ കടന്നവൾ, അവൾ വിശ്വസിച്ചു. അവളല്ലയോ ജസ്റ്റിസ്, ഇവളല്ലയോ സകല ജനത്തിന്റെ മേലും യേശു ക്രിസ്തുവിനെ ടേറിൽ കൊടുത്തത്. ഹല്ലേലൂയ. ടയറിൽ പോയി കനാനിയറ്റ് സഭകളോട് പറഞ്ഞു, കനാന്റെ മതക്കാരോട് പറഞ്ഞു, ഇതൊന്നും ഈ ബാലിനെയോ ഈ അനത്തിനെയോ ഈ അറത്തിനെയോ ഒന്നും ഞാൻ വിശ്വസിക്കത്തില്ല. എൻ്റെ മകളെ സൗഖ്യമാക്കിയ ഒരു ദൈവമുണ്ട്. കാൽവറി മലയുടെ മേൽ രക്തം നൽകിയ ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് എൻ്റെ മകളെ സൗഖ്യപ്പെടുത്തിയെന്ന് ടയറും സീതോവും മുഴുവൻ പറഞ്ഞു കിടന്നു. അവിടെ പേരാണ് ജസ്റ്റിസ്. 3-ാം നൂറ്റാണ്ടിൽ ക്ലിമന്റ് പറയുകയാണ്, അവളെ പോലെ ഒരു യുദ്ധ തേരാളിയെ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്ര, ഹല്ലേലൂയ. എവിടെ പോയി പറഞ്ഞെന്നറിയാമോ? ഫിലിഷ്യം ദേശം മുഴുവനും ചെന്നിട്ട് യേശു ക്രിസ്തുവാണ് രക്ഷകനെന്ന് പ്രഖ്യാപിച്ചു. സ്തോത്ര, ഹല്ലേലൂയ. അവളല്ല പ്രഖ്യാപിച്ചത്, അവിടെ അകത്തേക്ക് വ്യാപരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് പ്രഖ്യാപിച്ചത്. സ്തോത്ര, ഹല്ലേലൂയ. ചിലർ പറഞ്ഞു അപ്പോസ്തലന്മാർ ചെയ്തേക്കാൾ ഉപരിയായിട്ട് അവൾ ചെയ്തോ? ക്ലിമന്റ് പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഫിലിഷ്യ ദേശം മുഴുവൻ ആരെ കൊടുത്തു? യേശു ക്രിസ്തുവിനെ കൊടുത്തു. ആ സ്ത്രീയുടെ മേൽ ഇറങ്ങിയ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മേലും നിങ്ങളുടെ മേലും ആത്മാവ് ഇറങ്ങണം. സ്തോത്ര, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, വിശ്വാസം എന്ന് പറയുന്നത് അതൊരു കടമയല്ല. വിശ്വാസം എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തോട് ഒട്ടിച്ചേരേണ്ടതാണ്. ഇത് നിനക്ക് ദാനമായി നൽകാൻ ഒരാളുണ്ട്, യേശു ക്രിസ്തു. ഹല്ലേലൂയ.